സംസ്ഥാനങ്ങളിലും SIR പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിലും അസമിൽ സ്പെഷ്യൽ റിവിഷൻ മാത്രമാണ് നടക്കുന്നത്. എന്നാൽ അതിൽ പോലും നടക്കുന്നത് വലിയ ക്രമക്കേടുകളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. സ്പെഷ്യൽ റിവിഷന്റെ ഭാഗമായി 2025 ഡിസംബർ 27-നാണ് അസമിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 10 ലക്ഷം വോട്ടർമാരായിരുന്നു അതിൽ പുറത്തായത്. പിന്നാലെ പതിവ് പോലെ കരട് പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായി ആളുകളെ കൂട്ടിച്ചേർക്കാനും വെട്ടിമാറ്റാനുമുള്ള ഫോമുകൾ സമർപ്പിക്കാനുള്ള ഒരവസരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി. ഓരോ മണ്ഡലത്തിലെയും വോട്ടർ പട്ടികയിൽ ആരെങ്കിലും തെറ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏതൊരു വോട്ടർക്കും ഫോം 7 ഉപയോഗിച്ച് എതിർപ്പ് രേഖപ്പെടുത്താം. ഈ ഒരു അവസരം മുതലെടുത്ത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ നിയമവിരുദ്ധമായി വെട്ടിമാറ്റാനുള്ള നീക്കങ്ങളാണ് അസമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമമായ സ്ക്രോളിന്റെ റിപ്പോർട്ടാണ് ഇക്കാര്യം പുറത്തുകൊണ്ടുവന്നത്. അസമിലെ കരിംഗഞ്ച് നോർത്ത് അസംബ്ലി സെഗ്മെന്റിലെ ശ്രീമന്ത ഖനിഷേൽ ഗ്രാമത്തിലെ ബൂത്ത് ലെവൽ ഓഫീസറായ സുമോന റഹ്മാൻ ചൌധരി പറയുന്നത് തന്റെ ബൂത്തിലെ 133 വോട്ടർമാരെ വെട്ടിമാറ്റാൻ ശ്രമം നടന്നുവെന്നാണ്. ഒരാളായിരുന്നു 133 മുസ്ലിം വോട്ടർമാരെയും പുറത്താക്കാനുള്ള അപേക്ഷ നൽകിയത്. അവർ സ്ഥിരമായി നാടുപേക്ഷിച്ച് പോയവരാണെന്നോ 2 തവണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അപേക്ഷ. എന്നാൽ ഇതിന്റെ ട്വിസ്റ്റ് ഇവിടെയൊന്നുമല്ല. നേരത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വോട്ടുകൊള്ള ആരോപണം ഓർമ്മയില്ലേ? കർണാടകയിലെ അലന്തിൽ നടന്നത് അതേ പരിപാടിയായിരുന്നു അസമിലും നടന്നത്. BLO അന്വേഷിച്ചപ്പോൾ ഫോം 7 നൽകിയതെല്ലാം സലീം അഹമ്മദ് എന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. അതിലും രസകരമായ വസ്തുത, പുറത്താക്കണമെന്നാവശ്യപ്പെട്ട 133 പേരിൽ അപേക്ഷ നൽകിയെന്ന് പറയപ്പെടുന്ന സലീം അഹമ്മദും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഉൾപ്പെട്ടിരുന്നു എന്നതാണ്.